നമസ്കാരം. ഈ അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും സ്ഫോടനാത്മകമായ ഒരു അഭിമുഖമാണ് കഴിഞ്ഞ ദിവസം മറുനാടൻ സ്പെഷ്യലിൽ ബി അശോക് IAS ഞാൻ നടത്തിയ ഏതാണ്ട് 1.25 മണിക്കൂർ നീണ്ട പോഡ്കാസ്റ്റ്. പിണറായി വിജയൻ്റെ സർക്കാർ ഈ കഴിഞ്ഞ 5 വർഷം എങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് ഈ നാട് നശിപ്പിച്ചത് എന്ന് ശ്രീ അശോക് IAS എണ്ണി പറഞ്ഞു. ഇതിനു മുൻപ് ഏഷ്യാനെറ്റ് ചർച്ചയിലടക്കം അദ്ദേഹം ശക്തമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയെങ്കിലും അണുബോംബിടുന്നത് പോലെയുള്ള ഒരു സ്ഫോടനമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിമുഖം. ഈ അഭിമുഖം ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ദയവായി ഈ വാർത്തയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണുക. എത്ര ജനാധിപത്യ വിരുദ്ധനായിരുന്നു പിണറായി വിജയൻ, എങ്ങനെയാണ് അഴിമതി ചെയ്യാത്ത മനുഷ്യരോട് പക വീട്ടിയത്, എങ്ങനെയാണ് അഴിമതിക്കാരെ ചേർത്ത് പിടിച്ച് പിണറായി വിജയൻ ഈ നാട് ഭരിച്ചത് എന്നൊക്കെ വ്യക്തമാക്കുന്ന ഞെട്ടിക്കുന്ന അഭിമുഖമാണത്. സർവീസിലിരിക്കുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെയൊക്കെ പറയാമോ എന്ന ചോദ്യം പലരും ചോദിക്കുന്ന തരത്തിൽ അദ്ദേഹം വെട്ടി തുറന്നു പറഞ്ഞു. അതിനും അദ്ദേഹത്തിന് മറുപടിയുണ്ട്. എന്താ പറഞ്ഞാൽ തല വെട്ടുമോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. 28 വർഷം സ്റ്റേറ്റിനെ സേവിച്ച 2 യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലറായിരുന്ന, കേന്ദ്രത്തിൽ മന്ത്രിക്ക് തൊട്ട് താഴെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ബ്രോഡ് ക്യാൻവാസിൽ വർക്ക് ചെയ്ത എനിക്ക് കേരളത്തിൽ ഇനി ഒരു പ്രൊമോഷനും കൂടെ കിട്ടാനുള്ളൂ. എനിക്ക് 7 വർഷം കൂടെ ഒന്നുകിൽ ഫയൽ എഴുതാം, നിശബ്ദമായിട്ട് എല്ലാ ഇൻസൾട്ട് സഹിച്ച് കാണുന്ന എല്ലാ തിന്മകളും കണ്ണടച്ചിറക്കി അവിടെ ഇരുന്ന് ഫയൽ എഴുതാം. എനിക്ക് വലിയൊരു ടൈറ്റിൽ തരും, ബോർഡൊക്കെ ഉള്ള ഒരു ഫ്ലാഗുള്ള കാറ് തരും, 4-5 പരിചാരകന്മാരെ തരും, ഇതൊക്കെ എനിക്ക് തരും. സാമാന്യം നല്ല വരുമാനം ഉണ്ടായിരിക്കും. പക്ഷേ എന്നെ അത് തൃപ്തിപ്പെടുത്തിക്കൊള്ളണമെന്നില്ല. എനിക്ക് സത്യസന്ധമായി സ്വതന്ത്രമായി എനിക്ക് എൻ്റെ അഭിപ്രായം ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേ ഞാൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്നത് ഞാൻ വ്യക്തമായി പറയുന്നു. നിങ്ങൾ ഈ ചില മാധ്യമങ്ങളിലെ ചില ശിശുക്കൾ എന്നോട് ചോദിക്കാൻ, അയ്യോ ചട്ടം ലംഘിച്ചില്ലേ? ഞാൻ പറഞ്ഞു, അതുകൊണ്ട് എൻ്റെ തലയങ്ങ് വെട്ടിക്കളയോ നിങ്ങൾ? പരമാവധി നിങ്ങൾക്ക് എൻ്റെ നിന്ന് എടുക്കാൻ പറ്റുന്നത് എൻ്റെ ജോലിയാണ്. സ്മൃതി വരുത്തിക്കാണോ അത്രയും പറയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ തല വെട്ടിക്കളെ. അവരെന്തോന്ന് ഹെഡ് മിസ്ട്രസിൻ്റെ കൂട്ട് എൻ്റെ അടുത്ത് നിങ്ങൾ ചട്ടം ലംഘിച്ചു, നിങ്ങൾ മൂക്കി പിടിച്ചുകളെ, ചെവിക്ക് ഞാൻ പിടിച്ചുകളെ. എന്തോ ഇയാൾ ചെവിക്കല്ല പിടിക്കണം, എൻ്റെ തല വെട്ടെന്ന്. സി, ഐ ആം വെരി വെൽ വിത്തൗട്ട് ദിസ് ജോബ്. ഈ അഭിമുഖത്തിൽ ശ്രദ്ധേയമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറെ ഉൾക്കാഴ്ച നൽകിയ ഒന്ന്, പിണറായി വിജയൻ സർക്കാർ എങ്ങനെയാണ് പൊതുഖജനാവ് ദൂർത്തടിച്ചുകൊണ്ട് ജനങ്ങളുടെ മേൽ നുണയടിച്ചേൽപ്പിച്ചത് എന്ന ഭാഗമാണ്. നാട്ടുകാരുടെ നികുതി പണത്തിൽ നിന്ന് ഏതാണ്ട് 250 കോടിയോളം മുടക്കി പിണറായി വിജയൻ നടത്തിയ പരസ്യത്തെക്കുറിച്ച് അദ്ദേഹം ഭയത്തോടു കൂടി പറഞ്ഞു. പിണറായി വിജയന്റെ 10 വർഷത്തെ ആഡംബര ജീവിതത്തിന് വേണ്ടി മാത്രം ഏതാണ്ട് 120 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് അശോക് പറഞ്ഞത്. ശ്രീ പിണറായി വിജയന് അധികാരം നഷ്ടപ്പെട്ടിട്ടൊരു ജീവിതമില്ല. അദ്ദേഹം കേരളത്തിൻ്റെ സ്ഥിരം ഭരണാധികാരിയായി സ്വയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൊട്ടാര സദൃശ്യമായ ക്ലിഫ് ഹൗസിലെ ജീവിതം ഈ നിമിഷം വരെ 10 വർഷം കൊണ്ട് ഏതാണ്ട് എൻ്റെ നോട്ടത്തിൽ ഒരു 120 കോടിയുടെ സ്വകാര്യ ചെലവുകൾ അദ്ദേഹം സർക്കാരിനെ കൊണ്ട് എടുപ്പിച്ചു കഴിഞ്ഞു. സ്വകാര്യ ചെലവെന്ന് ഞാൻ പറഞ്ഞാൽ ചിലത് അർഹതയുള്ളതാണ്, ചിലതല്ലാത്തതാണ്. ഇപ്പോൾ ക്ലിഫ് ഹൗസിൻ്റെ മോടി പിടിപ്പിക്കൽ തൊട്ട് സ്വന്തം മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് വരെയുള്ള ചിലവുകൾ കൂട്ടിയാൽ പിണറായിയുടെ ചിലവെന്ന് പറയുന്നത് 100-120 കോടിയാണ്. 10 വർഷം കൊണ്ട് എത്തിയിരിക്കുന്നതാണ്. ശമ്പളവും മറ്റല്ല പറയുന്നത്, മറ്റ് മുഖ്യമന്ത്രിമാർ സ്വീകരിക്കാത്ത ചിലവ്, വിദേശ യാത്രകൾ 10-30 എണ്ണം. അതുകൊണ്ടൊക്കെ സ്റ്റേറ്റിന് പ്രയോജനം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന കുറേ പേരുണ്ട്. എന്തായാലും 10 വർഷമായപ്പോൾ അധികാരം വിട്ടൊഴിയാൻ വിഷമമുള്ളതുകൊണ്ടും പ്രതിപക്ഷത്തിരിക്കാൻ പ്രയാസമുള്ളതുകൊണ്ടും അദ്ദേഹം സർക്കാരിനുള്ളിൽ ഒരു ടീമിനെ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ടീമിലുള്ളത് അദ്ദേഹത്തിൻ്റെ ഓമന മൃഗങ്ങളാണ്, ഓമനിച്ചിട്ടുള്ള മൃഗങ്ങളാണ്. അവർ പാർട്ട്ലി അദ്ദേഹത്തിൻ്റെ ഫിനാൻസിയേഴ്സാണ്. അവരാണ് ഈ തുടർ ഭരണം എന്ന പ്രോജക്റ്റ് ഗവൺമെൻറ്റിനുള്ളിൽ നടപ്പിലാക്കുന്നത്. ഈ പ്രോജക്റ്റ് തുടങ്ങിയിട്ട് കഴിഞ്ഞ സെപ്റ്റംബറോട് കൂടിയിട്ടാണ്. അതിനായിട്ട് കഴിഞ്ഞ ധനകാര്യ വർഷവും ഈ ധനകാര്യ വർഷവും എൻ്റെ നോട്ടത്തിൽ ഒരു 200-300 കോടി രൂപ വിവിധ വകുപ്പുകളിൽ നിന്നും LDFിൻ്റെ പ്രചാരണത്തിലേക്കും ശ്രീ പിണറായി വിജയൻ്റെ ഇമേജ് ബിൽഡിങ്ങിലേക്കും ഈ ഉദ്യോഗസ്ഥർ തരപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഈ അഭിമുഖത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് മോഹൻലാലുമായുള്ള അഭിമുഖത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലാണ്. എന്തുകൊണ്ടാണ് കോടികൾ മുടക്കി മോഹൻലാലിൻ്റെ അഭിമുഖം പിണറായി വിജയൻ സംഘടിപ്പിച്ചത്? ആ അഭിമുഖത്തിലൂടെ പിണറായി എന്താണ് കേരളത്തോട് പറയാൻ ശ്രമിച്ചത്? പിണറായി കാക്കയെയും പട്ടിയെയും വരെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ സൈക്കോളജി എന്താണ്? ആ ഭാഗം കൂടി കേൾക്കുക. മുഴുവൻ അഭിമുഖവും കാണാൻ മറക്കാതെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. പ്രശസ്തമായ മോഹൻലാലിൻ്റെ ഇൻ്റർവ്യൂ, എനിക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് ക്ലിഫ് ഹൗസിനുള്ളിൽ ചിത്രീകരിച്ച ഇൻ്റർവ്യൂവിന് 12 ലക്ഷം രൂപയാണ് ചിലവ്. നിങ്ങൾ ഈ ഇൻ്റർവ്യൂ ചിത്രീകരിക്കുന്നതിന് എത്രയാണ് ചിലവ്? ലെറ്റ് മീ ആസ്ക് യു. ആയിക്കോട്ടെ, 12 ലക്ഷം രൂപയാണ് ചിലവ്. അത് ചിലപ്പോൾ ആ ഇൻ്റർവ്യൂവിന് ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു അഭിമുഖത്തിന്, ഒരു ഭരണഘടനാ സ്ഥാനീയൻ്റെ ഇൻ്റർവ്യൂവിന് രണ്ടാമതൊരാൾ ഡയറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഫീച്ചർ ഫിലിമോ നാടകമോ ഡയറക്റ്റ് ചെയ്യാനായിട്ട്
ഇനി ഇതൊരു നാടകമായിരുന്നോ? എനിക്കറിയാൻ പാടില്ല. ആ ആ അഭിമുഖം സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചു കഴിഞ്ഞാൽ അതിനൊരു പർപ്പസേ ഉള്ളൂ. അത് സംപ്രേഷണം ചെയ്യാൻ ചാനലുകൾക്ക് 10 കോടിയോളം രൂപ കൊടുത്തു. അപ്പോൾ ഈ 10 കോടി രൂപയ്ക്ക്, അല്ലെ 10 കോടി 12 ലക്ഷം രൂപയ്ക്ക് സംസ്ഥാന ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒന്നാം സ്ഥാനക്കാരൻ്റെ ഒരു ഇൻ്റർവ്യൂ സംപ്രേഷണം ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണ്? ഈ തെരഞ്ഞെടുപ്പും അതിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെ നേട്ടങ്ങളും സർക്കാരിൻ്റെ നയങ്ങളും അടുത്ത 10 വർഷത്തേക്ക് അല്ലെങ്കിൽ 5 വർഷത്തേക്കുള്ള സ്റ്റേറ്റിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആ മനുഷ്യൻ്റെ ഒരു ദർശനവുമാണ് നമ്മൾ ആ ഇൻ്റർവ്യൂവിൽ പ്രതീക്ഷിക്കുക. നിങ്ങൾ കേട്ടതെന്താണ്? നിങ്ങൾ കേട്ടത് ഞാൻ പാട്ട് പാടാനറിയുന്ന കാക്കിക്കുള്ളിലൊരു കലാഹൃദയമുള്ള ശ്രീനിവാസൻ്റെ സിനിമയിൽ പറയുന്ന മാതിരി ഈ കാക്കിക്കുള്ളിലൊരു കലാഹൃദയം കൂടിയുണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റേ മരം ചുറ്റി ഓടുന്ന സീനുണ്ടല്ലോ. അതുപോലെ സാർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാർ ഒരു പാട്ട് പാടും, ഒരു പാട്ട് പാടാമോ എന്ന് മോഹൻലാൽ ആ ഇൻ്റർവ്യൂവിൽ 5 വട്ടം ചോദിക്കുന്നുണ്ട്. ഏകദേശം ആ ഇൻ്റർവ്യൂവിൻ്റെ 3-3.5 മിനിറ്റ് ഈ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ഭരണഘടനാ സ്ഥാനീയൻ ഒരു പാട്ട് പാടാമോ എന്നുള്ള ചോദ്യത്തിനാണ്. എത്ര സില്ലിയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. എന്താണതിൻ്റെ പരിശ്രമം? ഞാൻ നിങ്ങൾ കാണുന്നത് പോലെ ഒരു ദുഷ്ടനല്ല, ഞാനൊരു കലാഹൃദയമുള്ള ദയാലുവായ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കവറിയാണ്. കാരണം ഈ മീഡിയ കൺസൾട്ടൻ്റ് ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് പറയാൻ പറ്റുമോ? പിണറായിയുടെ ഒരു മോശം ഇമേജ് ഉണ്ട്, അത് മാറണം. അത് തിരുത്തിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തോൽവി സുനിശ്ചിതമാണ്. അതുകൊണ്ടാണ് 10 കോടി 12 ലക്ഷം രൂപയ്ക്ക് ഞാനൊരു ദയാലുവാണെന്ന് പറഞ്ഞു. അതിലടങ്ങിയിരിക്കുന്ന വളരെ സട്ടിലായിട്ടുള്ള ഞാൻ കമ്മ്യൂണിക്കേഷൻ സയൻസ് പഠിച്ചവനായതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വിട്ടേക്കും. അതിൻ്റെ അവസാനം അദ്ദേഹം ഒരു പാട്ട് പാടാൻ ശ്രമിക്കുന്നുമുണ്ട്. കോപ്പരസ്ത്യ കരസ്കൃതി, അറിയാൻ പാടില്ലാത്ത സംസ്കൃതി, എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നു, പറഞ്ഞ മുഴുവൻ തെറ്റ്. അത് പോട്ടെ, സംസ്കൃത് പറഞ്ഞൊക്കെ തെറ്റാണ് വിശദീകരിച്ച്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഇനി ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ റിവീൽ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാൻ വളരെ വട്ടം ആ ഇൻ്റർവ്യൂ കണ്ടു, ആവർത്തിച്ച്. ഞാൻ PhD തീസിസിന് ഞാൻ പിണറായിയുടെ ഇൻ്റർവ്യൂസ് ഉപയോഗിച്ചിട്ടുണ്ട്, കോവിഡിൻ്റെ ഇൻ്റർവ്യൂസ്. ഇത് ഞാൻ വിശദമായിട്ട് നോക്കി. അപ്പോൾ അതിനകത്ത് അങ്ങേക്ക് പശ്ചാത്താപം തോന്നിയ ഒരു സംഭവം ശ്രദ്ധിച്ചായിരുന്നു? മദ്യപാനം. ശബരിമലയ്ക്ക് ശേഷം 10 വർഷം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയെടുത്ത് തെറ്റിപ്പോയി എന്ന് തോന്നിയ ഒരു നിമിഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എത്രയോ സംഭവങ്ങളുണ്ടാവും, ഇല്ലേ? എത്ര കാര്യങ്ങൾ തിരുത്തിയിട്ടുണ്ട്. അങ്ങേക്ക് എന്തെങ്കിലും പശ്ചാത്താപം തോന്നിയ ഒരു സംഭവമുണ്ട്? എൻ്റെ കൂട്ടത്തിലൊരു പയ്യൻ പഠിക്കുമായിരുന്നു, അതും ഒരു മുതലാളിയുടെ മകൻ, അവൻ മദ്യത്തിനടിമയായി. അങ്ങനെ ഞാൻ അവൻ്റെ കൂട്ടുകെട്ട് ഉപേക്ഷിച്ചു. അതിനെ തുടർന്ന് അവൻ മദ്യത്തെ പൂർണ്ണമായും ആശ്രയിച്ചു. അവൻ മരിച്ചു പോവോ തൊലഞ്ഞു പോവോ എന്തോ സംഭവിച്ചു. കോളേജിൽ പഠിച്ചിരുന്ന കാലത്തിന് പോയിന്റ് എന്താണെന്നറിയാമോ? അവനെ നന്നാക്കിയില്ല എന്നുള്ളൂ. ആ മുതലാളിയുടെ മകനെ നന്നാക്കുന്ന അദ്ദേഹത്തിൻ്റെ ചുമതലയായിരുന്നു. അദ്ദേഹം ഉപേക്ഷിച്ചതുകൊണ്ട് അവൻ മരണപ്പെട്ടു പോയി. 50 വർഷത്തിൽ പരം പൊതുജീവിതത്തിൽ നിന്ന് ഇത്രയും ജനങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങളെടുത്ത ഒരാളിന് ഒരു പെശകും ഇന്നുവരെ പറ്റിയിട്ടില്ല. മനസ്സിലായി? സട്ടിൽ മെസ്സേജ് മനസ്സിലായോ? ഒരു തെറ്റുമില്ല. തെറ്റുപറ്റാത്ത, എന്താ പറയുക, തെറ്റാവരം കിട്ടിയിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ അന്തിച്ചു പോയി. ഞാനിങ്ങനെ പുറകോട്ടിരുന്നിട്ട് പറഞ്ഞു, കൊള്ളാമല്ലോ ഇതിൻ്റെ ഡയറക്ടർ. ആ സട്ടിൽ മെസ്സേജ്, യേശു ക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ ഞാനിവിടെയുള്ളൂ. ബുദ്ധൻ, യേശു ക്രിസ്തു, ഞാൻ, 3 പേരുണ്ട്. ഒരു തെറ്റും പറ്റാത്ത, തെറ്റേ സംഭവിക്കാൻ പറ്റാത്ത വ്യക്തി. ഓക്കെ, ഇനി അതിൻ്റെ തേർഡ് സട്ടിൽ പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞുതരാം. ആ ഇൻ്റർവ്യൂ കഴിയാറാകുമ്പോഴേക്കും ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആളിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു എന്താണ്, ഒരു നായ, ഒരു കറുത്ത നായ, അതൊരു ഇതാണെന്ന് തോന്നുന്നു, ലാബ്രഡോർ നായ, പേര് ഞാൻ വിട്ടുപോയി. ഈ റോബിൻ നായ വീട്ടിലുണ്ട്. അപ്പോൾ റോബിൻ നായ എൻ്റെ നായയാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഹാൻഡിലർ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് 2 സട്ടിൽ റിമാർക്സ് നടത്തുന്നുണ്ട്. അത് ഞാൻ പറയാം, അത് ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഡയറക്ടോറിയൽ മേന്മയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റ് പറയുന്നുണ്ട്, ഈ നായയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് മുരുകേശനാണ്. ഈ നായ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം എവിടെ നിന്നോ ഒരു കാക്ക പറന്നു വരും. അപ്പോൾ ആ കാക്കയും കൂടി ഇവൻ്റെ ഭക്ഷണത്തിൽ നിന്ന് കഴിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, കാക്കയ്ക്കും കൂടി ഭക്ഷണം കൊടുക്കണം. സട്ടിൽ ഇമേജ് മനസ്സിലായോ? ആ ദയയുടെ പരമ കാഷ്ടയാണ് ഞാൻ. ഇപ്പോൾ ഷാജിൻ്റെ വീട്ടിലൊരു നായ ഉണ്ടെന്ന് വെച്ചോ, എൻ്റെ വീട്ടിൽ നായുണ്ട്, ഒരു അൾസേഷൻ. ഇവന് ഭക്ഷണം വിളമ്പി വെച്ച് കഴിയുമ്പം 2 കാക്ക വന്നത് കൊത്തി തിന്നുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ നിങ്ങളെന്ത് പറയും? പോ കാക്കയെന്ന് പറയും, ഇല്ലേ? അത്രേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല, വാ കാക്കയെന്ന് പറയും. മനസ്സിലായോ? ഇതാണ് സട്ടിൽ മെസ്സേജ്. എന്നിട്ട് എന്ത് ഗുണമുണ്ടായി? എവിടെയെങ്കിലും വീട്ടിൽ പോയി ചോദിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാം നശിപ്പിച്ചില്ലേ? അതാണ് എൻ്റെ പോയിന്റ്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും പരിശ്രമിച്ച്
ഡയറക്ടർ ഇതുകൊണ്ട് ചെന്ന് പ്രസൻറ്റ് ചെയ്ത എല്ലാ ചാനലിനും എല്ലാം കൂടെ അന്ന് എന്തോ സംഭവം ഉണ്ടായിട്ട് ചർച്ചയാകാതെ പോയല്ലോ, അന്ന് എന്തോ സംഭവിച്ചില്ലേ? എന്ത്? ഈ ഇന്റർവ്യൂ വന്ന അന്ന് പിറ്റേ ദിവസം വേറെ എന്തോ വലിയ മേജർ ഇൻസിഡന്റ് ഉണ്ടായിട്ട് അത് എനിവേ അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല. ഞാനിപ്പോൾ ഇത്രയും ശ്രദ്ധിച്ച് പറഞ്ഞപ്പോഴല്ലേ ഷാജൻ പോലും ആ ഇൻ്റർവ്യൂവിനെ പറ്റി ആലോചിച്ചത്. എൻ്റെ സബ്ജക്റ്റ് ആയതുകൊണ്ട്, ഞാൻ ഇദ്ദേഹത്തെ പഠിക്കുന്നത് കൊണ്ട് ഞാനത് ആവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ ഭാവങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ പരിശ്രമിച്ചു നോക്കി.